ഹലോ, ടെക് പിഎസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. KSEB വർക്കർ മസ്ദൂർ പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കായാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. നിങ്ങളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് അറിയിക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അതായത് നമുക്കറിയാം, ഈ ഒരു പരീക്ഷയുടെ എക്സാം തീയതി പുറത്തു വന്നിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യാൻ പോകുന്നത് ഈ പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ എത്ര പേരാണ് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത് എന്നാണ്. അതായത് ഓരോ ജില്ല തിരിച്ചുള്ള കൺഫർമേഷനുകളുടെ എണ്ണവും അവിടുത്തെ ടോട്ടൽ വേക്കൻസീസിന്റെ എണ്ണവും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, സോ നമുക്ക് അധികം വൈകാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ നോട്ടിഫിക്കേഷന്റെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസും ക്വാളിഫിക്കേഷൻസും മറ്റും പരിശോധിക്കുമ്പോൾ കാറ്റഗറി നമ്പർ 21/2026 ആണ്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് അഥവാ KSEBയിലേക്ക് ഇലക്ട്രിസിറ്റി വർക്കർ പോസ്റ്റിലേക്കാണ് നിയമനം നടക്കുന്നത്. സ്കെയിൽ ഓഫ് പേ നിങ്ങൾക്ക് 24,400 രൂപ മുതൽ 43,600 രൂപ വരെ പ്രതീക്ഷിക്കാവുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ഏജ് ലിമിറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ കാറ്റഗറി വൈസ് ആയിട്ടുള്ള ഏജ് റിലാക്സേഷൻ എല്ലാ PSC പരീക്ഷകളിലും എന്ന പോലെ ഈ പരീക്ഷയിലും ആപ്ലിക്കബിൾ ആണ്. അതിനെപ്പറ്റിയുള്ള വിശദാംശങ്ങൾ നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് ക്വാളിഫിക്കേഷൻ പരിശോധിക്കാം. അപ്പോൾ ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് SSLC ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ ക്വാളിഫിക്കേഷൻ. ഓക്കെ, അതോടൊപ്പം നിങ്ങൾക്ക് 2 ഇയർ NTC സർട്ടിഫിക്കറ്റ്, അതായത് ITIയിലെ ഇലക്ട്രീഷ്യൻ ഓർ വയർമാൻ ട്രേഡിൽ നിങ്ങൾക്കൊരു 2 ഇയർ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അടുത്ത ക്വാളിഫിക്കേഷൻ. ഇനി ഈ ഒരു എക്സാമിന് നിങ്ങൾക്ക് ക്വാളിഫൈ ആയി ജോലി ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അത് മെയിലിനും ഫീമെയിലിനും വ്യത്യാസമാണ്. അപ്പോൾ മെയിൽ കാൻഡിഡേറ്റ് ആണ് നിങ്ങളെങ്കിൽ, നിങ്ങളൊരു പുരുഷനായിട്ടുള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് മിനിമം 157.48 സെന്റിമീറ്റർ, അതായത് 5.2 ഫീറ്റ്, ഓക്കെ, 5.2 അടിയെങ്കിലും മിനിമം ഹൈറ്റ് ഉണ്ടായിരിക്കണം. ഇതേ കാര്യം ഫീമെയിൽസിലേക്ക്, അതായത് വനിതകളിലേക്ക് വരുമ്പോൾ മിനിമം ഹൈറ്റ് 144.78 സെന്റിമീറ്റർ അഥവാ 4.9 ഫീറ്റ് നിങ്ങൾക്ക് ഉയരമുണ്ടായിരിക്കണം. ഇതൊരു പ്രധാനപ്പെട്ട ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. അതോടൊപ്പം നിങ്ങളുടെ വിഷൻ അത് പ്രോപ്പർ ആയിരിക്കണം, നിങ്ങൾക്ക് നോർമൽ വിഷൻ ഉണ്ടായിരിക്കണം. ഇനി കളർ ബ്ലൈൻഡ്നെസ് അഥവാ വർണ്ണാന്ധത പോലുള്ള കണ്ടീഷൻസ് ഒന്നും, അങ്ങനെയുള്ള അവസ്ഥകളൊന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. അത് കൃത്യമായി നോട്ടിഫിക്കേഷനിൽ തന്നെ പറയുന്നുണ്ട്, അത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി എക്സാം ഡേറ്റ് എന്നാണ്. എക്സാം ഡേറ്റ് നോക്കുകയാണെങ്കിൽ 30/9/2026, ഓക്കെ, 2026 സെപ്റ്റംബർ 30 തന്നെ പരീക്ഷ നടക്കും എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. ഓക്കെ, അപ്പോൾ അതാണ് നോട്ടിഫിക്കേഷനെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാനായിട്ടുള്ളത്. ഇനി നമ്മൾ നമ്മുടെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കിടക്കുകയാണ്. അതായത് ഓരോ ജില്ല തിരിച്ചുള്ള ആപ്ലിക്കേഷൻസിന്റെ എണ്ണവും അവിടെ നൽകപ്പെട്ടിട്ടുള്ള കൺഫർമേഷനുകളുടെ എണ്ണവും അതോടൊപ്പം ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ്, ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസീസിന്റെ എണ്ണവുമാണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എക്സാം തീയതി പുറത്തു വന്നിട്ടേ ഉള്ളൂ, പരീക്ഷ പോലും നടന്നിട്ടില്ല. അപ്പോൾ പരീക്ഷ നടന്ന് റാങ്ക് ലിസ്റ്റ് പുറത്തു വരാൻ തീർച്ചയായിട്ടും കുറച്ച് സമയമെടുക്കും. ആ പുറത്തു വന്ന റാങ്ക് ലിസ്റ്റിന് 3 വർഷത്തെ കാലാവധി ഉണ്ടായിരിക്കും. അപ്പോൾ ഇനി വരാനിരിക്കുന്ന വേക്കൻസീസ് ഒന്നും ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, ഇനി വരാനിരിക്കുന്ന ഒഴിവുകളൊന്നും ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഇതുവരെയുള്ള വേക്കൻസീസ്, ഇതുവരെയുള്ള ഒഴിവുകളാണ് നിലവിലുള്ളത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും 100% ഉറപ്പാണ് ഇതിൽ നിന്നും നമ്പർ ഓഫ് വേക്കൻസീസ് ഒരുപാട് കൂടും. ഓക്കെ, അപ്പോൾ ജോലി കിട്ടാനുള്ള സാധ്യതയും അതിനനുസരിച്ച് കൂടും. അതൊന്നാമത്തെ കാര്യം. ഓക്കെ, ഇനി നമുക്ക് കൺഫർമേഷനിലേക്ക് വരാം. നോക്കൂ, ട്രിവാൻഡ്രം നമ്മൾ നോക്കുകയാണെങ്കിൽ 3486 കാൻഡിഡേറ്റ്സ് ആണ്, ഉദ്യോഗാർത്ഥികളാണ് അവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിൽ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ എണ്ണം 2993 ആണ്. ഓക്കെ, അപ്പോൾ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ എണ്ണം കുറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഇവരോടാണ് മത്സരിക്കാൻ പോകുന്നതെന്ന്. അങ്ങനെയല്ല, ഈ കൺഫർമേഷൻ കൊടുത്ത കാൻഡിഡേറ്റ്സ് ഒരു പക്ഷേ OMR എക്സാമിന് അപ്പിയർ ചെയ്യണമെന്നില്ല. അപ്പോൾ OMR എക്സാം എഴുതാനെത്തുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം വീണ്ടും കുറവായിരിക്കും. അതിൽ തന്നെ എത്ര പേര് സിലബസ് പൂർണ്ണമാക്കിയിട്ടുണ്ടാവും, എത്ര പേര് സിലബസ് പൂർണ്ണമായിട്ടും റിവിഷൻ ചെയ്തിട്ടുണ്ടാവും, എത്ര പേര് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അവരുടെയൊക്കെ നമ്പർ ഇനിയും കുറവായിരിക്കും. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ചെറിയ ശതമാനം ഉദ്യോഗാർത്ഥികളോട് മാത്രം മത്സരിച്ചാൽ മതി. അപ്പോൾ ഇതല്ല നമ്മുടെ ശരിക്കുമുള്ള കോമ്പറ്റേറ്റേഴ്സിൻ്റെ എണ്ണം, ഇവരോടല്ല നമ്മൾ മത്സരിക്കുന്നത്, ആ ചെറിയൊരു ശതമാനം ഉദ്യോഗാർത്ഥികളോടാണ്. ഇനി ഈ ഒരു
വേക്കൻസി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ധാരാളം വേക്കൻസീസും ഉണ്ട്. അപ്പോൾ കുറച്ച് സമയം, ഇനി മുതൽ ഉള്ള കുറച്ച് സമയങ്ങൾ നമ്മളൊന്ന് മാറ്റിവെക്കാനും ആത്മാർത്ഥതയോടെ നമ്മൾ പഠിക്കാൻ തയ്യാറാവുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ജോലി കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ, അപ്പോൾ ട്രിവാൻഡ്രത്ത് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 2993 നമ്പർ ഓഫ് വേക്കൻസീസ് പരിശോധിക്കുകയാണെങ്കിൽ 101 വേക്കൻസീസ് ആണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇനിയും കൂടും. ഇതുപോലെ കൊല്ലത്ത് 1704 ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്തു. അതിൽ തന്നെ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ 1404 ആണ്. 49 വേക്കൻസീസ് ആണ് കൊല്ലത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ 613 കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്തു. അതിൽ 514 പേരും കൺഫർമേഷൻ നൽകി. 24 വേക്കൻസീസ് അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഓരോ വേക്കൻസി ലിസ്റ്റ് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് വേക്കൻസിയും കൺഫർമേഷനും വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് 3% ചാൻസ് ഉണ്ട് നമുക്ക് അവിടെ ജോലി കിട്ടാനായിട്ട്. ഇനി കൺഫർമേഷൻ നൽകിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും വളരെ ചെറിയൊരു ശതമാനത്തോടാണ് നമ്മൾ മത്സരിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ജോലി കിട്ടാനുള്ള സാധ്യതയും അതിനനുസരിച്ച് കൂടുകയാണ്. ഇനി അടുത്ത ആലപ്പുഴയിലേക്ക് വരുമ്പോൾ 2306 പേര് അപ്ലൈ ചെയ്തിട്ടുള്ളതിൽ 1929 പേരാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത്. 70ഓളം വേക്കൻസീസ് അവിടെ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോട്ടയത്തേക്ക് വരുമ്പോൾ 1506 കാൻഡിഡേറ്റ്സ് അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിൽ 1263 കാൻഡിഡേറ്റ്സ് കൺഫർമേഷനും നൽകിയിട്ടുണ്ട്. 64ഓളം വേക്കൻസീസ് ആണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇടുക്കിയിലേക്ക് വരുമ്പോൾ 1894 പേർ അപ്ലൈ ചെയ്തു. 1638 പേരാണ് ഇതുവരെ കൺഫർമേഷൻ നൽകിയിട്ടുള്ളത്. 96ഓളം വേക്കൻസീസ് അവിടെയുണ്ട്. എറണാകുളത്തേക്ക് വരുമ്പോൾ 3490 കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്തിട്ടുള്ളതിൽ 2970ഓളം കാൻഡിഡേറ്റ്സ് കൺഫർമേഷൻ നൽകിയിട്ടുണ്ട്. 139ഓളം വേക്കൻസീസ് ആണ് എറണാകുളത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അവിടെ വേക്കൻസീസിൻ്റെ എണ്ണം കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഇതുവരെ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് 15999 പേരായിരുന്നെങ്കിൽ അതിൽ 12711 പേര് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, കൺഫർമേഷൻ നൽകിയിട്ടുള്ളൂ. ഇവരിൽ 543ഓളം വേക്കൻസീസ് ഇത്ര പേരിൽ നിന്നും സെലക്ട് ചെയ്യുന്നവർക്ക് തന്നെയുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ബാക്കിയുള്ള ഡിസ്ട്രിക്റ്റിൽ നോക്കുമ്പോൾ തൃശ്ശൂരാണ്. തൃശ്ശൂർ 2274ഓളം പേര് അപ്ലൈ ചെയ്തിട്ടുള്ളതിൽ 1899 പേരാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത്. 62ഓളം വേക്കൻസീസ് ആണ് അവിടെ നിലവിലുള്ളത്. പാലക്കാട് 2603 കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്തിട്ടുള്ളതിൽ 2232 പേരും കൺഫർമേഷൻ നൽകിയിട്ടുണ്ട്. 68ഓളം വേക്കൻസീസ് ആണ് അവിടെയുള്ളത്. മലപ്പുറത്ത് 2628 കാൻഡിഡേറ്റ്സ് ഉണ്ട്. അവിടെ 2229ഓളം കാൻഡിഡേറ്റ്സ് കൺഫർമേഷൻ നൽകി. 64 വേക്കൻസീസ് മലപ്പുറത്തുണ്ട്. കോഴിക്കോട് 3884 പേർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. 3340ഓളം കൺഫർമേഷൻ അവിടെ വന്നിട്ടുണ്ട്. 117ഓളം വേക്കൻസീസ് ആണ് ഇതുവരെ കോഴിക്കോട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വേക്കൻസീസ് ഉണ്ട്, പക്ഷേ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സും കൂടുതലാണ്. വയനാട് 518 പേർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിൽ 422 പേർ കൺഫർമേഷൻ നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് 26ഓളം പേർക്ക് വേക്കൻസി ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് കണ്ണൂരാണ്. 1719 പേർ അപ്ലൈ ചെയ്തു. 1446 പേർക്ക് കൺഫർമേഷൻ നൽകിയിട്ടുണ്ട്. 73ഓളം വേക്കൻസീസ് ആണ് കണ്ണൂരുള്ളത്. കാസർഗോഡ് 738 പേർ അപ്ലൈ ചെയ്തതിൽ 638 പേരും കൺഫർമേഷൻ നൽകിയിട്ടുണ്ട്. 32ഓളം വേക്കൻസീസ് ഉണ്ട്. ഇങ്ങനെ ആകെ നോക്കുകയാണെങ്കിൽ 29,363 കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിൽ 24,917ഓളം കാൻഡിഡേറ്റ്സ് ആണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത്. അവിടെ തന്നെ വലിയൊരു കുറവ് വന്നു. ഓക്കെ, ഇനി അടുത്തത് 985ഓളം വേക്കൻസീസ് ആണ് അവിടെ നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും എന്ത് മനസ്സിലായി? അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാവരും കൺഫർമേഷൻ നൽകിയിട്ടില്ല. ഈ കൺഫർമേഷൻ നൽകിയ എല്ലാവരും OMR എക്സാമിന് അപ്പിയർ ചെയ്യണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അതിൽ തന്നെ എല്ലാവരും സിലബസ് കവർ ചെയ്യണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ധാരാളം ഫാക്ടേഴ്സ് നമ്മൾ വരുമ്പോൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് ഈ ഒരു എക്സാം എഴുതുന്നവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. ഓക്കെ, വളരെ അനായാസം നിങ്ങൾക്ക് ഈ ജോലി സ്വന്തമാക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ പഠിക്കേണ്ടതായിട്ടുള്ളത് അത് നമുക്ക് നോക്കാം. നമുക്ക് ഇനി പഠിച്ചാലും മതിയാവും. അപ്പോൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? ഇലക്ട്രിസിറ്റിയുടെ കുറച്ച് ബേസിക്സ് അറിഞ്ഞിരിക്കുക. ഓംസ് ലോ, മാഗ്നറ്റിസം, അതുപോലെ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആൻഡ് എർത്തിങ്, DC മെഷീൻസ്, AC മോട്ടോഴ്സ്, സിംഗിൾ ആൻഡ് ത്രീ ഫേസ്, ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ്, ഇലൂമിനേഷൻ ആൻഡ് ബേസിക് ഇലക്ട്രോണിക്സ്, പവർ ജനറേഷൻ, ട്രാൻസ്മിഷൻ. ഇങ്ങനെ 10 മോഡ്യൂൾസ് ആണുള്ളത്. ഈ 10 മോഡ്യൂൾസിൽ നിന്നും 10 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് നൽകിയിട്ടുള്ളത്. അങ്ങനെ ആകെ 100 മാർക്കിൻ്റെ ഒരു OMR എക്സാം ആണ് നടക്കാനിരിക്കുന്നത് ഈ ഒരു പോസ്റ്റിലേക്ക് എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക.
ഓക്കെ, അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇനി നമുക്കറിയാം സെപ്റ്റംബറിൽ പരീക്ഷ നടക്കാനിരിക്കുകയാണ്. അപ്പോൾ ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ചുരുങ്ങിയ ദിവസങ്ങൾ മതി, ഇത് ധാരാളം മതി. ഓരോ ദിവസവും നമുക്ക് കുറച്ച് സമയം മാറ്റിവെച്ച് കഴിഞ്ഞാൽ വളരെ അനായാസം നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാനും ഈ ജോലി ഉറപ്പിക്കാനും സാധിക്കും. അതിനായി ടെക് PSC നിങ്ങളെ സഹായിക്കാം. അതിനായിട്ട് ഇലക്ട്രിസിറ്റി വർക്കർ മസ്ദൂർ ഇൻ KSEB ക്രാഷ് ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബാച്ചിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് നമ്മുടെ സിലബസ് കണ്ടല്ലോ, വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് സിലബസിലുള്ളത്. അപ്പോൾ ആ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ ലഭിക്കും. അതോടൊപ്പം ചെറിയ ക്യാപ്സ്യൂൾ നോട്ട്സുകൾ, നിങ്ങൾക്ക് എളുപ്പം ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ക്യാപ്സ്യൂൾ നോട്ട്സുകളും മറ്റ് സ്റ്റഡി മെറ്റീരിയലുകളും ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്ന PDF ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് എന്ത് സംശയം വന്നാലും ആ ഡൗട്ട് ക്ലിയറൻസിനും മെൻറ്റർഷിപ്പിനുമുള്ള അവസരങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. 3000-ഓളം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന രീതിയിലുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുള്ള അവസരങ്ങളും ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനോട് കൂടിയ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരങ്ങളും ഈ ഒരു കോഴ്സിലൂടെ ലഭിക്കും. 20ഓളം മോഡൽ എക്സാമുകൾ അറ്റൻഡ് ചെയ്യാനുള്ള അവസരങ്ങളും ലഭിക്കും. ഈ ഒരു കോഴ്സിൻ്റെ കോഴ്സ് വാലിഡിറ്റി, എക്സാം എന്നാണോ അന്ന് വരെയും ഈ ഒരു കോഴ്സിന് വാലിഡിറ്റിയും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയുമാണ് ഈ ഒരു കോഴ്സിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറയുന്നത്. ഇത്രയും സവിശേഷതകളോട് കൂടിയ ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് വെറും 999 എന്ന പ്രൈസ് റേഞ്ചിൽ സ്വന്തമാക്കാനും സാധിക്കും. ഓക്കെ, സോ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യേണ്ടവർ ജോയിൻ ചെയ്തോളൂ. ഈ ഒരു കോഴ്സിനെ പറ്റിയുള്ള എന്തെങ്കിലും സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും അതോടൊപ്പം അഡ്മിഷൻ നേടുന്നതിനുമായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം ടെക് PSCയുടെ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അത് ആൻഡ്രോയിഡിലും iOSലും ലഭ്യമാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് PSCയുടെ വിജയാശംസകളും അറിയിക്കുകയാണ്. താങ്ക്